നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്രാവശ്യം ഒരു ചെറിയൊരു പ്രത്യേകത ഉണ്ട്. പ്രത്യേകത എന്ന് പറഞ്ഞുകൂടാ. ഞാനതപ്പോൾ നിങ്ങളിപ്പോൾ ഈ മൈക്ക് കണ്ടിട്ടുണ്ടാവും. മൈക്ക് ആദ്യം കണ്ടവർക്ക് തന്നെ വെച്ചാൽ ഈ മൈക്കിനെ പറ്റി അറിയുന്നവർക്ക് തന്നെ ഒരു ചെറിയ ഞെട്ടലുണ്ടാവും, എന്താണ് സംഭവം എന്നുള്ളത്. ഇത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് കിക്കിന് വേണ്ടിയിട്ടാണ്. ഇത് ഷുവറിൻ്റെ ബീറ്റ 52A. ഇതെന്തിനാണ് ഇവിടെ ഉപയോഗിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ടോ? ഞാനൊരു പരീക്ഷണം നടത്തി നോക്കുകയാണ്. ഈ മൈക്ക് വെച്ചിട്ട് നമ്മളൊരു വോക്കൽ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നറിയാൻ വേണ്ടിയിട്ടൊരു ശ്രമം നടത്തി നോക്കുകയാണ് ഞാൻ. അപ്പോൾ ഇതിൽ വേറെ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എന്താണോ ഇതിൽ ക്യാപ്ചർ ചെയ്യുന്നത് അത് അതേപോലെ ഇതിലേക്ക് റെക്കോർഡ് ആവുകയാണ്. അതാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ആകെ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വല്പം സൗണ്ട് കൂട്ടി എന്ന് മാത്രമേ ഉള്ളൂ. എഡിറ്റിങ്ങിൻ്റെ സമയത്ത് സൗണ്ട് കൂട്ടി എന്നല്ലാതെ വേറെ യാതൊരു വിധത്തിലുള്ള എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും ഞാനതിൽ ചെയ്തിട്ടില്ല. അപ്പം ഇനി മുതൽ ചില സമയത്തെങ്കിലും ഈ ഒരു മൈക്ക് ഞാൻ ഉപയോഗിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ മൈക്ക് വാങ്ങിച്ചു വെച്ചിട്ട് കുറച്ച് കാലമായി. ആകെ വളരെ കുറച്ച് ഗിഗ്സിന് മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ശരിക്കും ഈ ജൂലൈയിൽ നാട്ടിൽ വരേണ്ട, നമുക്ക് വെക്കേഷൻ ടൈമായി. പക്ഷേ വരാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. ഇപ്പോൾ യുദ്ധവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് മിഡിൽ ഈസ്റ്റിൽ നിന്ന് നാട്ടിലേക്കുള്ള പല ഫ്ലൈറ്റുകളും ക്യാൻസലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളും കാരണങ്ങളൊക്കെ ബുക്ക് ചെയ്ത ടിക്കറ്റ് തന്നെ നമ്മളിപ്പോൾ ക്യാൻസലാക്കി. അതുകൊണ്ട് ഇപ്രാവശ്യം നാട്ടിലേക്ക് വരുന്നില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നത്. അപ്പം ഇപ്രാവശ്യം നാട്ടിൽ വരുമ്പം ഈ ഒരു സാധനമൊക്കെ നാട്ടിൽ കച്ചവടം ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ട് പാക്ക് ചെയ്ത് വെച്ചതായിരുന്നു. അപ്പം അതെന്തായാലും ഇനി നടക്കില്ല. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം എപ്പോഴാണ് നാട്ടിൽ വരാൻ പറ്റുമെന്ന് നോക്കിയാൽ അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ നോക്കാൻ പോകുന്നത്, ഇപ്പം ഞാൻ തംബ്നെയിലിൽ കൊടുത്തവന് സ്കൂട്ടറിൽ കൊണ്ടുപോകാൻ പറ്റിയ ഒരു PA സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ്. യമഹ 400i എന്ന് പറയുന്ന ഒരു PA സിസ്റ്റം. ഈ മോഡലിപ്പം നിലവിലില്ല, അത് ഡിസ്കണ്ടിന്യൂ ചെയ്തു യമഹ. അതിനുശേഷം ഇതേ സാധനം തന്നെ വേറൊരു പേരിൽ ഇറക്കിയിട്ടുണ്ട്, 400 BST എന്ന് പറഞ്ഞിട്ട്. അതായത് ബ്ലൂടൂത്ത് എനേബിൾഡൊക്കെ ആയിട്ടുള്ള ഒരു മോഡലാണ്. ഞാൻ ഈ മോഡൽ കുറച്ച് കാലമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കൊണ്ടു കിടക്കാനൊക്കെ ഭയങ്കര എളുപ്പമുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ആ സംഭവത്തിനെ പറ്റി, ആ ഒരു ഓഡിയോ ഡിവൈസിനെ പറ്റിയിട്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം 400i ഇത് ഞാൻ പറഞ്ഞതിൽ കുറച്ച് വർഷങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. കൊണ്ട് നടക്കാൻ വളരെ എളുപ്പമാണ്. ഇത് 2 മോഡൽ വരുന്നുണ്ട്. 400i എന്ന് പറഞ്ഞിട്ടും 600i എന്ന് പറഞ്ഞിട്ടും മോഡലാണ് അവർ ഇറക്കിയിട്ടുള്ളത്. അതായത് 400 BST 600 BST എന്നുള്ള പേരിലാണ് ഇപ്പോൾ ഇറങ്ങുന്നത്. ഇപ്പം നിലവിലുള്ളത് അത്. കാരണം ഇപ്പം ഞാൻ പറയാൻ പോകുന്ന മോഡലിൽ എന്താ പറയുക, ബ്ലൂടൂത്ത് കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ പുതിയ വരുന്നതിൽ BSTയിൽ ബ്ലൂടൂത്ത് എനേബിൾഡാണ്. അപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം ഇറങ്ങിയിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ കാണിച്ച തംബ്നെയിലുള്ള പോലെ തന്നെ നമുക്കൊരു സ്കൂട്ടറിൽ വെച്ചിട്ട് ഈ സാധനം കൊണ്ടുപോകാം. ഒരു പരിപാടി ചെയ്യാൻ പറ്റുന്ന ഒരു സൗണ്ട് സിസ്റ്റമാണ് ഇത്. ഈ 400i അല്ലെങ്കിൽ 600i എന്ന് പറയുന്ന ഈ ഒരു മോഡൽ. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് എല്ലാ സാധനവും ഈ 2 സ്പീക്കർ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഈ 2 സ്പീക്കർ മാത്രമേ കയ്യിൽ ഉണ്ടാവുള്ളൂ. അതിൻ്റെ ആംബ്, മിക്സർ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് പോകാൻ പറ്റും. അതായത് സ്പീക്കറിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് പോകാൻ പറ്റും. ഒരു സ്പീക്കറിൽ നമുക്ക് മിക്സറാണ് വെക്കുക, അതായത് പവേർഡ് മിക്സറാണ്, ചെറിയൊരു മിക്സറാണ്. അത് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പോകാം. സ്പീക്കറിൻ്റെ ബാക്കിൽ വെച്ചിട്ട് പോകാം, ഒരു സ്പീക്കറിൻ്റെ ബാക്കിൽ. മറ്റേ സ്പീക്കറിൽ ചെറിയൊരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ആ കമ്പാർട്ട്മെൻറ്റിൽ നമുക്ക് മൈക്കുകളൊക്കെ വെക്കാം. 1-2 മൈക്കുകൾ, അതിന് വേണ്ട കേബിളുകൾ, പിന്നെ പവർ കേബിൾ, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ. കുറേ സാധനം വെക്കാൻ പറ്റില്ല, പക്ഷേ അത്യാവശ്യം വേണ്ട ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് അതിൽ വെച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ ഒരു സൗകര്യമുള്ള ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു PA സിസ്റ്റമാണ് ഈ 400i എന്ന് പറയുന്നത്. 4 മൈക്കാണ് അതിൻ്റെ അകത്ത് വരുന്നത്. 4 മൈക്ക് ഇൻപുട്ടിൽ ആദ്യത്തെ 2 മൈക്ക് ഇൻപുട്ട് നമ്മൾ സാധാരണ 3-pin XLR ആണ് വരുന്നത്. 3-4 വരുന്നത് കോംബോ ഇൻപുട്ടാണ്. നമുക്ക് ലൈൻ ഇൻപുട്ടും കൊടുക്കുക, XLRും കൊടുക്കുക. അങ്ങനത്തെ രീതിയിലാണ് അതിൻ്റെ ഒരു ഡിസൈൻ. ആദ്യത്തെ 4 എണ്ണം വരുന്നത് ആ ഒരു ഡിസൈനിലാണ്. പക്ഷേ ഇതിൽ ഫാൻറ്റം പവർ ഉണ്ട്. ഫാൻറ്റം പവർ പക്ഷേ വർക്ക് ചെയ്യുന്നത് ആദ്യത്തെ ഇൻപുട്ട് 1 and 2 മാത്രമേ ഫാൻറ്റം പവർ വർക്ക് ചെയ്യുള്ളൂ എന്നുള്ളൊരിതാണ്. പിന്നെ വരുന്നത് 2 സ്റ്റീരിയോ ഇൻപുട്ട് കൂടി വരുന്നുണ്ട്. നമുക്ക് ആ സ്റ്റീരിയോ ഇൻപുട്ടിൽ നമ്മുടെ സാധാരണ ജാക്ക് കൊടുക്കാൻ പറ്റും, കൂടാതെ RC കൊടുക്കാൻ പറ്റും. അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെയാണ് അതിൻ്റെ അകത്തുള്ളത്. പിന്നെ വേറൊരു ഇൻപുട്ട് കൂടി ഉള്ളത് USB ഇൻപുട്ടാണ്. USB ഇൻപുട്ട് പക്ഷേ അവർ അതിൽ കൊടുത്തിരിക്കുന്നത് പഴയ മോഡൽ ഐഫോൺ, ഐപോഡൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ആ ഒരു USB കൊടുത്തിട്ടുള്ളത്. അപ്പം അങ്ങനെയും കണക്ട് ചെയ്തിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും.
ഇത്രയും ഇൻപുട്ടുകളാണ് അതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ അതുകൂടാണ്ട് നമ്മളെ മിനി ജാക്ക് കൊടുക്കാനുള്ള ഇൻപുട്ടും അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. പിന്നെ ഇതിൽ വരുന്നത് അതിൻ്റെ ഔട്ട്പുട്ട് കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ഔട്ട്പുട്ട് വരുന്നത് 200+200 ആണ്, 400 വാട്ട്സ് ആണ് നമ്മുടെ ഈ ഒരു മോഡലിൽ വരുന്നത്. ഇത് 400i എന്ന് പറയുന്ന മോഡലിന് വരുന്നത് 400 വാട്ട്സ് ആണ്. അതൊരു 8 ഇഞ്ചിൻ്റെ വൂഫറാണ് അതിൻ്റെ അത് വരുന്നത്. 8 ഇഞ്ചിൻ്റെ വൂഫർ, പിന്നെ അതുകൂടാതെ ഒരു 1 ഇഞ്ചിൻ്റെ കംപ്രഷൻ ഡ്രൈവർ. ഇത്രയും സംഭവമാണ് അതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ വരുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സബ് ഔട്ട് ഉണ്ട്. ഒരു അതൊക്കെ സാധാരണ നമ്മളെ ജാക്ക് ഔട്ട്പുട്ടാണ്, XLR ഔട്ട്പുട്ട്സ് ഒന്നും അതിൻ്റെ അകത്ത് വരുന്നില്ല. ഒരു സബ് ഔട്ട് ഉണ്ട്. പിന്നെ അത് കൂടാതെ വരുന്നത് ഇ ക്യു 2 ബാൻഡ് EQ ആണ്. ഒരു ഹൈ ലോ മാത്രമേ അതിൻ്റെ അകത്ത് വരുന്നുള്ളൂ. പിന്നെ അത് കൂടാണ്ട് ഒരു ഫീഡ്ബാക്ക് സപ്രഷറും കൂടി വരുന്നുണ്ട് അതിൻ്റെ അകത്ത്. ഇത്രയും സംഭവങ്ങളാണ് മെയിനായിട്ട് വരുന്നത്. അപ്പം ഫീഡ്ബാക്ക് സപ്രഷർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ നമ്മൾ മൈക്കുമായിട്ട് ആ സ്പീക്കറിൻ്റെ തൊട്ടടുത്ത് പോയാലും ഒരു ഫീഡ്ബാക്ക് വരില്ല. അങ്ങനെ ഒരു ഗുണം അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇത്രയും സംഭവങ്ങളാണ് പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റുന്ന അതിലുള്ള ഒരു സംഭവം. പക്ഷേ 600-ലാണെങ്കിൽ അതിൻ്റെ വാട്ട്സ് കാര്യങ്ങളൊക്കെ കൂടുതലാണ്. ഇതിൽ വേറൊരു ഏറ്റവും ഒരു സുഖം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ഔട്ട്പുട്ടാണ് യമഹയുടെ. ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് യമഹ അത്ര മോശം ഔട്ട്പുട്ടൊന്നും എന്തായാലും കൊടുക്കില്ല. ഇത് നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു ഔട്ട്പുട്ടാണ്. ഇത് 8 ഇഞ്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഔട്ട്ഡോർ പ്രോഗ്രാമിന് വെക്കാൻ പറ്റാതെയൊന്നുമില്ല. ഞാൻ 1-2 ഔട്ട്ഡോർ പ്രോഗ്രാംസിനൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഭയങ്കര ഹെവി ആയിട്ടുള്ള ഔട്ട്പുട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട. ചെറിയൊരു ഔട്ട്ഡോർ ഗിഗിനൊക്കെ പറ്റിയ ഒരു സംഭവമാണ്. അതല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു റോഡ് സൈഡിലൊക്കെ വെച്ചിട്ട് നമ്മൾ നടത്തുന്ന ധർണയോ അങ്ങനെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾക്കൊക്കെ ഇത് നല്ല അടിപൊളിയായിട്ട് കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അത്യാവശ്യം സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. അതുപോലെ ഇൻഡോർ സെറ്റപ്പിനാണെങ്കിലും ഒരു കരോക്കെ പോലത്തെ പരിപാടിക്കൊക്കെ ആണെങ്കിൽ നല്ലൊരു ബെസ്റ്റ് സാധനമാണ്. അത്യാവശ്യം നല്ല സൗണ്ടും ഉണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ അത് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഒരു 400i എന്ന് പറയുന്ന സംഭവം. ഇത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ആക്റ്റീവേൻ്റെ പോലത്തെ ഒരു സ്കൂട്ടറിൽ ഫ്രണ്ടിൽ വെച്ചിട്ട് സുഖസുന്ദരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പരിപാടി നടത്തി കൊണ്ടുവരാം. ഒരു ഇതുള്ളൂ. അതിൻ്റെ അകത്ത് ആകെ ഒരു ബുദ്ധിമുട്ട് വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പീക്കർ സ്റ്റാൻഡ് മാത്രമേ ഒരു ബുദ്ധിമുട്ട് വരുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മിക്സർ കം ആംപ്ലിഫയർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞാൽ തന്നെ നമ്മുടെ സ്പീക്കറിൻ്റെ ബാക്ക് ലൈറ്റാണ് വരുന്നത്. അപ്പോൾ സ്പീക്കറിൻ്റെ ബാക്ക് ലൈറ്റ് ഒന്നുകിൽ നമുക്ക് സ്പീക്കറിൻ്റെ ബാക്കിൽ വെച്ചിട്ട് തന്നെ വർക്ക് ചെയ്യിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് അത് ഡിസ്മാൻഡിൽ ചെയ്യാനുള്ള സൗകര്യം കൂടിയുണ്ട്. അപ്പോൾ ഡിസ്മാൻഡിൽ ചെയ്തിട്ട് നമുക്ക് പുറത്ത് വെച്ചിട്ട് വർക്ക് ചെയ്യിക്കണം, അങ്ങനെ ചെയ്യാം. അത് ആകെ ഒരു അതിൻ്റെ ഒരു വീതി വരുന്നത് ഇത്രയേ ഉള്ളൂ. ഇത്ര പോകുന്നൊരു ചെറിയൊരു സംഭവമാണ് അതിൻ്റെ മിക്സർ കം ആംപ്ലിഫയർ വരുന്നത്, അതായത് പവർഡ് മിക്സർ വരുന്നത്. ഇതിൽ സ്പീക്കർ ഇൻപുട്ട് വരുന്നത് സ്പീക്കർ ഇൻപുട്ടും അതേപോലെ തന്നെ നമ്മുടെ സ്പീക്കർ ഔട്ട്പുട്ടും ഒക്കെ ജാക്കാണ്. അവർ സ്പേസ് ഒന്ന് കോമ്പാക്റ്റ് ആക്കി ചെയ്യാൻ വേണ്ടിയിട്ട് ജാക്ക് ഇൻപുട്ടാണ് സ്പീക്കറിനും സ്പീക്കർ ഇൻപുട്ടും അതുപോലെ സ്പീക്കർ ഔട്ട്പുട്ടും വരുന്നത്, അതായത് കൺസോളിലും വരുന്നത്. നമുക്ക് സാധാരണ ഇപ്പോൾ സ്പീക്കറിൽ വരുന്ന മാതിരി സ്പീക്കോൺ NL4 ഒന്നും അതിൻ്റെ അകത്ത് വരുന്നില്ല. NL4 വെക്കാനുള്ള ഒരു സൗകര്യമില്ല, അത്രയും കോമ്പാക്റ്റ് സൈസ് ആയതുകൊണ്ട്. അപ്പോൾ ജാക്ക് ഔട്ട്പുട്ടാണ് അതിൻ്റെ അകത്ത് വരുന്നത്. അവരെ കമ്പനി തന്നെ ഏതാണ്ട് കമ്പനി തന്നെ ഒരു സ്പീക്കർ കേബിളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അത് ഏതാണ്ട് ഒരു 4 മീറ്റർ 5 മീറ്റർ ലെങ്ത്ത് വരുന്ന ഒരു സ്പീക്കർ കേബിളാണ് അതിൻ്റെ അത് വരുന്നത്. അപ്പോൾ അത് നമുക്ക് ചിലപ്പോൾ അത് മതിയാവില്ല എന്ന് ഉണ്ടാവും. നമ്മൾ ഒരു എക്സ്ട്രാ കേബിൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ട് വെക്കാവുന്നതാണ്. ഇത്രയും സംഭവങ്ങളാണ് ഈ ഒരു സ്പീക്കറിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഈ പറഞ്ഞത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സൗണ്ട് ക്വാളിറ്റിയും വലിയൊരു കുഴപ്പമൊന്നുമില്ല, മോശമില്ലാത്ത ഒരു സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യമഹേൻ്റെ സ്പീക്കേഴ്സും അല്ലെങ്കിൽ ഔട്ട്പുട്ടും ഒന്നും വലിയ മോശമില്ലാത്ത ഔട്ട്പുട്ട് എപ്പോഴും കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് യമഹയുടെ എന്ന് പറയുന്നത്. കൊണ്ട് നടക്കാനും എളുപ്പം, പരിപാടി പെട്ടെന്ന് നമുക്ക് ഒരു 5 മിനിറ്റിനെ കൊണ്ട് സൗണ്ട് സെറ്റപ്പ് ചെയ്തിട്ട് പരിപാടി തുടങ്ങാൻ പറ്റും, അങ്ങനെയുള്ള സൗകര്യമുണ്ട്. അതുപോലെ ഏത് സ്ഥലത്തും ഒരു ചെറിയൊരു ഇടവഴിയിലാണ് പോലും ഒറ്റ ആൾ 1 മാൻ ആർമീനെ കൊണ്ട് സെറ്റപ്പ് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റിയ ഒരു സൗണ്ട് സിസ്റ്റമാണ് നമ്മുടെ ഈ 400 സീരീസ്. 400i അല്ല, ഞാൻ പറഞ്ഞ പോലെ തന്നെ 400i ഇപ്പം ഡിസ്കണ്ടിന്യൂ ആയിപ്പോയി. 400i ആൻഡ് 600i. അതിന് പകരം 400 BST അല്ലെങ്കിൽ 600 BST എന്ന് പറഞ്ഞാലുള്ള മോഡലുകളാണ് ഇപ്പം നിലവിൽ വരുന്നത്. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നിങ്ങളായിട്ട് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. See you.